നിറവിലേക്ക് സ്വാഗതം. എത്ര വേഗം സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് വിമുക്തനാവുമോ അത്രയും നല്ലത്. എത്ര പരിപൂർണമായും പരമാർത്ഥമായും അത് ചെയ്യുന്നുവോ അത്രയും ദൈവം നിന്നിൽ സന്തുഷ്ടനാകും. വിശുദ്ധ തോമസ് വില്ലനോവയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ജോയൽ ഷീൻ ആലപിക്കുന്ന തിരുവിലാവിൽ നിന്നൊഴുകും എന്ന ഗാനമാണ് ആദ്യം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ശിരസു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ വിശ്വസിപ്പൂ ഞാൻ. ചുട്ടുപൊള്ളുകയാണു നാഥ എൻ മനം, ഉള്ളിൽ പ്രതികാരദാഹമാളും യേശുവേ. കാരാഗ്രഹത്തിലെന്ന പോലെ ഞാൻ സ്വയം മുറിവേൽപ്പിത്തേങ്ങി കേഴുന്നേ. കഴിവു കേടുകളെണ്ണിയൻ കുറവുമാമലയാക്കവേ കരളു നൊന്തു ശപിക്കുവാൻ ന്യായമില്ലെന്നോ. വഴിയെല്ലാം അടഞ്ഞ നിരാശയിൽ പോയി മരിച്ചാലോ എന്നുപോലും കരുതി ഞാൻ. എത്ര നല്ലതായ കാര്യം ചെയ്യിലും ഒരു നല്ല വാക്കും ആരുമെന്നോടോതിയില്ല. ആർക്കുമെന്നെ വേണ്ട എന്ന തോന്നലാൽ ഏറെ നാശനഷ്ടമേറ്റിടുന്ന ശീലമായി. ബാല്യകാലം പോലുമേ ലാളനമറിഞ്ഞില്ല ഞാൻ. പരിഹസിച്ചിന്നേവരും എന്നെയാവോളം എന്തുകൊണ്ടെന്നമ്മതൻ ഉദരത്തിലേ എന്നെ ഞെക്കി ഞെരിച്ചു തകർത്ത
തീർത്തില്ല നീ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നിന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. പരിമിതികൾക്കിടയിൽ ആകുലപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ബ്രദർ ശശി ഇമ്മാനുവൽ ഇന്ന് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. സ്നേഹമുള്ളവരെ, ഓസ്ട്രേലിയയിലുള്ള ഒരു യുവാവാണ് നിക് വുജിസിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇന്ന് അദ്ദേഹം അമേരിക്കയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹത്തിന് 2 കൈകളും 2 കാലുകളും ഇല്ല എന്നുള്ളതാണ്. ടെട്രാ എമിലിയ സിൻഡ്രം എന്ന് പറയുന്ന വെരി റെയർ ഡിസീസാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്. 2 കൈയും 2 കാലുമില്ല, കാലിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയൊരു വളർച്ച മാത്രം. എന്നിട്ടും അനേക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അനേകായിരങ്ങളിലേക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം എത്തിക്കുന്ന ഈ യുവാവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്നാണ്. പരിമിതികളില്ലാത്ത ജീവിതം. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒരുപക്ഷെ നമ്മളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകാം. വളരെയധികം പോപ്പുലറാണ്. കൈകളും കാലുകളും ഇല്ലാത്ത നിക് സാധാരണ മനുഷ്യർ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നീന്തുന്നു, അതുപോലെ ഗോൾഫ് കളിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ വീഡിയോയുടെ അവസാനം ഒരു വാചകം പറയുന്നുണ്ട്: നോ ഹാൻഡ്സ്, നോ ലെഗ്സ്, നോ വറീസ്. കയ്യുമില്ല, കാലുമില്ല, ആകുലതയുമില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആകുലതകൾ, പ്രത്യേകിച്ച് നിക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ജീവിതകാലം മുഴുവനും ലോക്ക്ഡൗൺ ആണ്. എന്നൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തോടെ മാത്രം പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതനാണ് ഒരു കണക്കിന്. നിക്കിൻ്റെ ആത്മകഥയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ചിലപ്പോഴൊക്കെ യാത്രകൾക്കിടയിൽ ഒരു കാരണവും കൂടാതെ ചില ഇടങ്ങളിൽ എയർപോർട്ടിലൊക്കെ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും, ഫ്ലൈറ്റ് ക്യാൻസലായിട്ട്. അങ്ങനെ മടുപ്പിക്കുന്ന മണിക്കൂറിൽ നിക്ക് തന്നോട് തന്നെ പറയുമത്രേ, മോശമായ ഒരു വിമാനത്തിൽ ആകാശത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല വിമാനത്തിനായിട്ട് ഭൂമിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. മോശമായ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് മാനത്ത് അല്ലെങ്കിൽ ആകാശത്ത് വളരെയധികം കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു നല്ല വിമാനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കലാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു മഹാമാരി തീർത്ത ദുരിതങ്ങളുടെ ലോകത്ത് നമുക്കും ഈ വാക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയണം. തീർന്നില്ല, നിക്കിൻ്റെ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരാളുടെ ജീവിതം വല്ലാതെ കൈവിട്ടു പോകുന്നത്? അതിൽ 5 കാര്യങ്ങളാണ് നിക്ക് നമ്മളോട് പറയുന്നത്. അതിൽ ഒന്നാമത്തത് തിരക്കിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇന്ന് എല്ലായിടത്തും നമുക്കറിയാം വല്ലാത്ത തിരക്കാണ്. എവിടെയോ വായിച്ചിട്ടുണ്ട്, ശാന്തമായി തീരത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല. അതൊരു കഥയാണ്.
ഒരു ഗുരുവും ശിഷ്യനും കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ദാഹിക്കുന്ന ഗുരു ശിഷ്യനോട് പറയുന്നു, കുറച്ച് വെള്ളം വേണം. വളരെ മനോഹരമായിട്ട് ഒഴുകുന്ന ഒരു നീരുറവയിൽ നിന്ന് വെള്ളമെടുക്കാൻ ശിഷ്യൻ ചെല്ലുമ്പോഴേക്കും എങ്ങു നിന്നോ വന്ന ഒരു കുതിരവണ്ടിയോ കാളവണ്ടിയോ ആ വെള്ളം കലക്കിക്കൊണ്ട് കടന്നു പോകുന്നു. സങ്കടപ്പെട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ് ശിഷ്യൻ. വെള്ളം കിട്ടിയില്ല, ആരോ കുളം കലക്കി അല്ലെങ്കിൽ നീരുറവ കലക്കി കളഞ്ഞു. അതിന് ഗുരു കൊടുത്ത മറുപടി ഇതാണ്: ശാന്തമായി തീരത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് തിരക്കിട്ട തീരുമാനങ്ങൾ എടുത്തിട്ട് ചിലരുടെയൊക്കെ ജീവിതം വലിയ പ്രതിസന്ധികളെ നേരിടുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടൊക്കെയോ അവരങ്ങനെ ചില ഡിസിഷൻ എടുക്കാൻ നിർബന്ധിതരായി. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത നാളുകളിൽ ഞങ്ങളുടെ നഗരത്തിലെ കോടതിയുടെ പരിസരത്ത് കൂടെ ഒന്ന് പോകാനിടയായി. കോവിഡിൻ്റെ 2ാം തരംഗമായിട്ടില്ല. ആ സമയത്ത് ഇത്ര നിയന്ത്രണങ്ങളില്ല. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കോടതിയുടെ പരിസരം മുഴുവനും വാഹനങ്ങളും മനുഷ്യരും ബഹളമൊക്കെയാണ്. ഒരു പ്രത്യേക ദിവസം എന്തോ ഒരു പ്രത്യേക കേസൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പം അവിടെ ഇത്രയും മനുഷ്യരുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി, പലതരം വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതി വരാന്തയിലൂടെ പോകുന്നുണ്ട്. അത് പലതും അവരുടെ തെറ്റൊന്നും ആവണമെന്നില്ല. അവിടെ പോയവരൊക്കെ തെറ്റുകാരാണെന്നും അർത്ഥമില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ശാന്തമായി തീരത്തിരുന്നാൽ, ശാന്തമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആത്മസംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പം നിക്ക് പറഞ്ഞത് മനുഷ്യരുടെ ജീവിതത്തെ കുഴപ്പിക്കുന്ന 5 കാര്യങ്ങളിലൊന്ന് തിരക്കിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു, അതിരുവിട്ട പ്രതികരണങ്ങൾ. ശരിയാണ്, പലപ്പോഴും ഈ നാളുകളിലൊക്കെ പത്രങ്ങളിൽ കാണുന്ന ചില വാർത്തകളുണ്ടല്ലോ, കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് ചില വഴക്കുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനൊക്കെ ആയുധം കയ്യിലെടുത്ത് കുത്തുന്നു. ചെറിയ കാര്യങ്ങളുടെ വഴക്കാണ്, അത് കൊലപാതകമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു ക്രൈം അവിടെ അരങ്ങേറാൻ ഇടവരുന്നു. അപ്പം അതിരുവിട്ട പ്രതികരണങ്ങൾ. ഒരു കോളേജ് അധ്യാപികയ്ക്കായിട്ട് റിട്ടയർ ചെയ്ത വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തി ഒരു ലേഖനത്തിൽ പറയുകയാണ്, കുറച്ചുകൂടെ ആത്മസംയമനവും കുറച്ചുകൂടെ ക്ഷമയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം ഇതിലും മനോഹരമായേനെ, അല്ലേ? അപ്പം ശരിക്കും ഇന്ന് ക്ഷമിക്കാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ ഒക്കെ ആവാത്ത വിധം അതിരുവിട്ട പ്രതികരണങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നിറഞ്ഞിരിക്കുന്നു. ഈ അടുത്തൊരു പോലീസ് മേധാവി പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ വിജയിച്ചാൽ കപ്പൊന്നുമില്ല. ആരെങ്കിലും ഇട്ടൊരു പോസ്റ്റിന് മറുപടി കൊടുത്ത് ഞാൻ ജേതാവായാൽ എനിക്ക് കപ്പ് തരാൻ ആരുമില്ല. ആ സമയം ഡോൺ ബോസ്കോയെ കുറിച്ചൊരു പുസ്തകത്തിൽ പറഞ്ഞു, ജേതാവായത് മാതാവിലൂടെ. മറിയത്തിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു ഡോൺ ബോസ്കോ. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ ജേതാവായത് മാതാവിനെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അതിരുവിട്ട പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അതിരുവിട്ട പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കും. മൂന്നാമതൊന്ന്, വേഗം പ്രത്യാശ കൈവിടൽ എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതത്തിൽ എവിടെ നിന്നൊക്കെയോ അവരുടെ കുഞ്ഞു കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചെറിയ പരാജയങ്ങൾ, അവരുടെ പ്രത്യാശ അത്രയേ ഉള്ളൂ. ഉടനെ ജീവനൊടുക്കാനൊക്കെ ഒരുങ്ങുന്ന ചിലരെങ്കിലുമൊക്കെ നമുക്ക് ഈ നാളുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വേഗം പ്രത്യാശ കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? ഇവിടെയൊക്കെ വായിച്ചിട്ടില്ലേ, പെർസിവറൻസ് സക്സീഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, അടുത്ത് ഒരു പുരോഹിതൻ പറയുകയാണ്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല സന്തോഷവും ശാന്തിയുള്ള വീടാണ്, മരണ വീട് പോലെ. കാരണം അവരുടെ പ്രശ്നം, മകന് MD എക്സാമിനേഷന് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു, ഇന്ന ആരോ ഇങ്ങനെ കടന്ന് പ്രവചിക്കും കൂടെ ചെയ്ത് ഇന്ന സ്ഥലത്ത് മകന് ഒരു സീറ്റ് കിട്ടും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തുകൊണ്ടോ ആ ചെറുപ്പക്കാരന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പുരോഹിതൻ പറയുകയാണ്, ഞാൻ അവരോട് പറഞ്ഞു, വിഷമിക്കല്ലേ, നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഇക്കൊല്ലം ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടും.
നിങ്ങൾ കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിക്കേ, തമാശ പറ, ചിരിക്ക്, ഇങ്ങനെ വിഷാദിച്ചിരിക്കല്ലേ. ഇന്ന് പലപ്പോഴും വേഗത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രത്യാശ അർപ്പിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലാണ്. അപ്പോൾ ഒരു വാതിൽ അടയുന്നിടത്ത് ഒരുപാട് വാതിലുകൾ എൻ്റെ മുമ്പിൽ തുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വീണ്ടും അദ്ദേഹം പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തെ തകർക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് ജീവിതം ഒരിക്കലും നന്നാവില്ലെന്ന ചിന്തകൾ, അല്ലേ? വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളുടെയും വിചാരങ്ങളുടെയൊക്കെ ഒരു കാലത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില തകർച്ചകളൊക്കെ നേരിടുമ്പോൾ, ഇവിടെ വായിച്ചു, ബാറ്റിങ്ങിൽ നീ പരാജയപ്പെട്ടാൽ ഫീൽഡിംഗ് ഉണ്ട്, നിരാശപ്പെടല്ലേ. ഫീൽഡിംഗ് കിടക്കുന്നുണ്ട്, ബൗളിംഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം ഒരിക്കലും നന്നാവില്ലെന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെ വിട്ടുകളയുന്ന മനുഷ്യരുണ്ട്. അതുപോലെ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒന്നാണ് തെറ്റായ ചില നിഗമനങ്ങളിലെത്തുക. ഒരുപക്ഷെ ആ ഒരു പ്രശ്നത്തിന് മറ്റൊരു പരിഹാരം നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. വിശുദ്ധ തോമസ് മൂർ പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്, സ്വർഗത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു ദുഃഖവും ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ ഒരു സങ്കടമുണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നു, ഇനി എനിക്ക് രക്ഷയില്ല. അപ്പം ഇത്തരത്തിലുള്ള തെറ്റായ വിലയിരുത്തലുകൾ, അതുപോലെ ജീവിതം ഒരിക്കലും നന്നാവില്ല എന്നുള്ള ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടും. വിദ്യാലയത്തിൽ അധ്യാപകർക്ക് സ്ഥിരം പഠിക്കാതെയൊക്കെ വന്ന് തലവേദനയാവുന്ന ഒരു കുട്ടി, തല്ലുവാങ്ങാനേ നേരമുള്ളൂ. അവനോടൊരിക്കൽ അവൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞു, അന്തോണി, നിന്റെ മറ്റുള്ളവരുടെ തലയിൽ വരച്ചത് ദൈവം നിന്റെ കാലിലാണ് വരച്ചിരിക്കുന്നത്. കാരണം നിനക്ക് നന്നായി ഫുട്ബോൾ കളിക്കാനുള്ള കഴിവുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് മനോഹരമായിട്ട് കളിച്ച് കേരള സന്തോഷ് ട്രോഫി മേടിച്ച ഒരു ടീമിലെ അംഗമായി മാറി. അവൻ്റെ നഗരം അവന് ആദരവ് കൊടുക്കുന്ന ഒരു ദിവസം അവൻ എല്ലാ അധ്യാപകരെയും വിളിച്ചപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ അടിക്കുന്ന അധ്യാപകൻ പോലും അന്ന് ആ ചടങ്ങിൽ മുമ്പിൽ വന്നിരുന്ന് അവന് വേണ്ടി കൈയടിച്ചു. കഥയൊന്നുമല്ല. അപ്പം അന്ന് അവനോട് അവൻ്റെ അധ്യാപകൻ പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവരുടെ തലയിൽ വരച്ചത് കുഞ്ഞെ നിന്റെ കാലിലാണ് വരച്ചിരിക്കുന്നത്. തെറ്റായ വിലയിരുത്തലുകൾ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും. അതിരുവിട്ട പ്രതികരണങ്ങൾ, ജീവിതം ഒരിക്കലും നന്നാവില്ല എന്നുള്ള മുൻവിധി, വേഗം പ്രത്യാശ കൈവിടുന്ന അവസ്ഥ, പ്രിയമുള്ളവരെ, തിരക്കിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒന്ന് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ കൊണ്ടുവരാം. ദൈവത്തോട് ചേർന്നിരുന്ന് പ്രിയപ്പെട്ട കൊളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൻ്റെയൊക്കെ ഫൗണ്ടറായ മരണമടഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട വർക്കിയച്ഛനുണ്ട്, CJ വർക്കിയച്ഛൻ. അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ആശയവുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ വലിയ നല്ല കാര്യങ്ങളായിരിക്കും. അച്ഛൻ്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഈശോയോട് ചോദിച്ചോ? അപ്പോൾ തിരക്കിട്ട തീരുമാനങ്ങൾക്ക് മുമ്പ് ഒരു ഡിസേൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. താൻ സഹായമെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നറിഞ്ഞ ഒരു വൈദികൻ 3 ദിവസം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ശാന്തമായി തീരത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല. തൻ്റെ വിവാഹ ദിവസം സുഹൃത്തായ ഒരാൾ പറഞ്ഞു, സമയമുണ്ടാക്കിയിട്ട് തിരക്കിൻ്റെ തിരക്കുള്ള ദിവസം രാവിലെ ചെയ്ത ആദ്യത്തെ കാര്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കെട്ടുകുർബാനയുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ സമാധാനമായിട്ട്. നേരെ ഒരു ആരാധനാലയത്തിൽ പോയി 1 മണിക്കൂർ ദൈവത്തിന് മുമ്പിലിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, തിരക്കിട്ട തീരുമാനങ്ങളും തെറ്റായ വിലയിരുത്തലുകളും അതിരുവിട്ട പ്രതികരണങ്ങളും വേഗം പ്രത്യാശ കൈവിട്ട് ജീവിതം ഒരിക്കലും നന്നാവില്ലെന്ന വിചാരങ്ങളും ഒക്കെ പിടിമുറുക്കിയ ഒരു കാലത്ത് നിക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നോ ഹാൻഡ്സ്, നോ ലെഗ്സ്, നോ വറീസ്. ആകുലതകളില്ലാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലവനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്ക്, എന്നിൽ വിശ്വസിക്ക്. നമുക്ക് ആ വാക്കുകളെ മുറുകെ പിടിക്കാം. ആമേൻ.
ആൽബർട്ട് റോസുമായി നിഷ ചേച്ചി നമ്മെ കാത്തിരിക്കുന്നു. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ആബേലിൻ്റെയും കായേൻ്റെയും കഥ നമുക്കേറെ സുപരിചിതമാണ്. ഏറ്റവും മെച്ചമായത് ദൈവത്തിന് സമർപ്പിച്ച് പ്രീതിപാത്രമായ ആബേലാണോ, അതോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണോ എന്ന് ചോദിച്ച കായേനാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഒരു വീഡിയോ കണ്ടു നോക്കാം. Do we have the courage to face the realities of our time and allow ourselves to feel deeply enough that it transforms us and our future? Come with me on a journey through the eye of beauty. Across an ocean of grief and beyond. ആൽബട്രോസ് പക്ഷികളുടെ കൂട്ട മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പകർത്തിയ ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. കൂട്ടമായി ചത്തൊടുങ്ങിയ പക്ഷികളെ നിരീക്ഷിച്ചപ്പോൾ അവയുടെ വയറ്റിൽ കണ്ടെത്തിയത് ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക്കും അതുപോലെ മാരകമായ ഒരുപാട് മാലിന്യങ്ങളുടെയും സാന്നിധ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പ്രപഞ്ചത്തെയും അതിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം അവയുടെ എല്ലാം മുകളിൽ മനുഷ്യന് അധികാരം നൽകുന്നതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അധികാരം എന്നും ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നതാണ്. അധികാരത്തിന് കീഴിലുള്ളവരെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഉത്തരവാദിത്വം എല്ലാ ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും
മുകളിൽ അധികാരം ലഭിക്കുക വഴി മനുഷ്യനിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. താൻ വസിക്കുന്ന ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സഹജീവികളെയും പരിപാലിക്കുവാനും അവയെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പ്രകൃതിയെ നശിപ്പിക്കുന്നത് പാപമായി പരിഗണിച്ചതും. നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ പ്രവൃത്തികൾ വഴി, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വഴി, മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ പ്രകൃതിയെയോ നമ്മുടെ സഹജീവജാലങ്ങളെയോ നശിപ്പിക്കുന്നത് വഴി, മലിനീകരിക്കുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് സംരക്ഷിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ മറന്ന് നശിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മുൻപ് ചോദിച്ച ചോദ്യം ഒന്നുകൂടി സ്വയം ചോദിച്ചു നോക്കിയാലോ. മനുഷ്യനെയും മണ്ണിനെയും പ്രകൃതിയെയും ദൈവത്തെയും മാനിക്കുകയും ഏറ്റവും നല്ലത് ദൈവത്തിനായി കാഴ്ചവെക്കുകയും ചെയ്ത, ഉചിതമായ വിധത്തിൽ മാത്രം പ്രവർത്തിച്ച ആബേലിൻ്റെ ഹൃദയമാണോ, അതോ കാവൽക്കാരനാകേണ്ടിയിരുന്നിട്ടും സ്വാർത്ഥത മൂലം തൻ്റെ ഉത്തരവാദിത്വത്തെ മറക്കുകയും കൊല്ലുവാനും നശിപ്പിക്കുവാനും പരിശ്രമിക്കുകയും ചെയ്ത കായേൻ്റെ ഹൃദയമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ഓരോ ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാവട്ടെ. എത്രയും വേഗം സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് വിമുക്തനാവുമോ അത്രയും നല്ലത്. എത്ര പരിപൂർണമായും പരമാർത്ഥമായും നീ അത് ചെയ്യുന്നുവോ ദൈവം അത്രയും നമ്മിൽ സന്തുഷ്ടനാകും. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നിന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നിന്ന് പൊന്നു കർത്താവേ. ശിരസു മുതൽ പാദം